ഇത്രയും വർഷം പൊതുജീവിതത്തിലൊക്കെ പ്രവർത്തിച്ചിട്ട് ഇത്രയും കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് എനിക്ക് ഇതിനുള്ള ഇത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവോ ബേബിക്ക്? അതേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്തു? ഞാൻ അതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആണോ? കാരണം ഈ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിൽ വിഷമം തോന്നുക, അതിലെന്തെങ്കിലും സത്യമുണ്ടായിരിക്കുകയും ആ ചൂണ്ടിക്കാണിക്കപ്പെട്ട കുറ്റങ്ങൾ നമുക്ക് തിരുത്താൻ കഴിയാതിരിക്കുകയും ചെയ്താൽ ആ കുറ്റം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും അതാൾ കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും. പക്ഷേ എപ്പോഴാണെങ്കിലും മനുഷ്യരാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്നാൽ ഇത് മതിയാക്കി അങ്ങ് പോയേക്കാം എന്ന് തോന്നാറില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഓ ശരി, അപ്പോൾ മനുഷ്യനല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മനുഷ്യനാണോ ഇയാളെന്ന് സംശയം തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ബെറ്റി ഉപദേശിച്ചോ പരിപാടിയൊക്കെ നിർത്തിയേക്കാന്നൊക്കെ പറഞ്ഞിട്ട്? ഒരിക്കലും ഇല്ല. ഇല്ലല്ലേ? ഒരിക്കലും ഇല്ല. ബെറ്റിക്കാണ് കുറച്ചുകൂടെ ചങ്കുറ്റുള്ളത്. ബെറ്റിക്ക് നല്ല ചങ്കുറ്റുണ്ട്. നല്ല ചങ്കുറ്റുള്ളത്. ഈ പറഞ്ഞെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. ആ പുറപ്പാടിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇങ്ങനെ കറക്കി വീഴ്ചെന്നൊക്കെ ആൾക്കാർ അറിയാൻ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബേബി വേറൊരു കാര്യം, അതായത് ഞാൻ ബേബിനെ കാണുമ്പോഴൊക്കെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർവ്യൂവിന് മുമ്പിൽ പറഞ്ഞ പോലെ, ഇപ്പം എനിക്കൊന്ന് ഒരുപാട് പ്രേക്ഷകർ ഇപ്പം ഇത് കാണുമ്പോൾ അവരുടെ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരുന്ന കാര്യമുണ്ട്. പല കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു എന്താ പറയണ്ടത്, ഒരു ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ടൊന്നും. പക്ഷേ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ബേബി പറഞ്ഞ പോലെ ചിലപ്പം കുറച്ചറിയുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി കഴിയുക. ബേബിയുടെ ഒരു സ്വഭാവ വിശേഷം ഈ വിമർശനം വരുമ്പോൾ അതിനെ പരിഹാസത്തോടെ കാണുന്നുള്ളൂ. ആൾക്കാരുടെ കാല് വലിക്കുന്ന സ്വഭാവം ഉണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു പത്രത്തിലൊരു വാർത്ത വന്നു, അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഇവന്മാരെന്താ പടം കൂടി കൊടുക്കായിരുന്നു എന്ന് ചോദിക്കും ചിലപ്പം. അതായത് മോശപ്പെട്ട വാർത്തയായിരിക്കും, എന്നാലും വേണ്ടില്ലേ ഒരു പടവും കൂടെ കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ ഗംഭീരമായെന്ന് ചോദിക്കാതെ. ഈ പരിഹാസം ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പടച്ചട്ടയായിട്ട് എടുക്കാറുണ്ട്. നർമ്മബോധം. അതേസമയം ബേബിയുടെ കൂടെയുള്ള ആൾക്കാർ അയ്യോ എന്നും വെറുത്തല്ലേ കൈവെക്കാറുണ്ട്. അത് ഞാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ നർമ്മബോധം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, മനുഷ്യൻ്റെ ഒരു കരുത്താണ്. വളരെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അഭിമുഖീകരിക്കാൻ പലപ്പോഴും നർമ്മബോധവും ദാർശനിക ബോധവും അതോടൊപ്പം യാഥാർത്ഥ്യബോധം. ഇപ്പോൾ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായെന്ന് നമുക്ക് തോന്നുമ്പോൾ എനിക്കെപ്പോഴും ചിന്തിക്കാൻ കഴിയും ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് അങ്ങോട്ടേക്ക് ചിന്തിക്കാൻ കഴിയുമെന്നൊക്കെ വേണമെങ്കിൽ തോന്നാം. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ അവൻ്റെ ഒരു ജാടാന്ന് പറയും എന്ന് പറയാം. ഇപ്പം ഞാൻ വേറൊരു ഇതുമായി ബന്ധമില്ലാത്ത ഒരു സന്ദർഭം പറയാം. അതൊക്കെ സാധാരണ ഞാൻ അസാധാരണമാണെന്ന് പറയില്ല. ഇപ്പം ബെറ്റിയും അപ്പുവും കൂടി പെരുമൺ അപകടത്തിൽ മുങ്ങിയ ബോഗിയിലുണ്ടായിരുന്നതാണ്. ഞാൻ പാർട്ടി ഓഫീസിൽ പോളയത്തോട് ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. ഇതറിഞ്ഞിട്ട് അപ്പോൾ തന്നെ അവിടെ ഓടിയെത്തി സെൻകുമാർ, അന്ന് കൊല്ലത്ത് SP ആയിരിക്കുകയാണ് സെൻകുമാർ, ഇപ്പോൾ DGPയോ DIGയോ ഐ ജി ആണ്. അദ്ദേഹവും അവിടെ ആദ്യം പോകുന്ന ഈ ഒരു ഇലക്ട്രിക് റെയിൽവേ എഞ്ചിനിലാണ് ആ സ്പോട്ടിലേക്ക് പോകുന്നത്. പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, 2 പോലീസുകാരെ എൻ്റെ അടുത്ത് നിർത്തിയിരുന്നു. കാര്യം അവിടെ എല്ലാവരും ഒരുപാട് പേര്, 100ഓളം പേര് മരിച്ച, 100ലധികം പേര് മരിച്ച സംഭവമാണ്. അവിടെ ചെന്ന് ഞാൻ ചെല്ലുമ്പോൾ മൃതശരീരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഓരോരുത്തരും നോക്കുകയാണ്, ബെറ്റിയോ അപ്പുവിനെ കാണേണ്ടി വരുമോ എന്നുള്ള പേടിയോടുകൂടി ആണ് നോക്കുന്നത്. അപ്പോൾ ഓരോ മൃതശരീരങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ മൃതശരീരം കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴാണ് സഹാക്കൾ ഓടി വന്നിട്ട് പറയുന്നത്, ദൈവം രക്ഷിച്ചു, ബെറ്റിക്കും മോനും ഒന്നും പറ്റിയിട്ടില്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചത്, ആൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്കൊന്നും ദൈവമില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് എന്നിലുള്ള യുക്തിവാദി, എന്നുള്ള ശാസ്ത്രീയ ബോധം എന്നെ കൊണ്ടതാണ് ചോദിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ടത് ചോദിക്കാനും ചിരിച്ചു കളയേണ്ടതിനെ ചിരിച്ചു കളയാനും ഉള്ള ഒരു കഴിവ് ഒരു മനുഷ്യനുണ്ടാകേണ്ട ഒരു പ്രാഥമികമായ കഴിവായിട്ടാണ് ഞാൻ കാണുന്നത്. അത് തന്നെ അപകടത്തിലും ചില സമയത്ത് പെടുത്തിയിട്ടുണ്ട്. അനവസരത്തിലെ ചില നർമ്മബോധങ്ങൾ ചില അന്തരീക്ഷം നശിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അല്ല, എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല.